ലാലേട്ടൻ ഗസ്റ്റ് അപ്പിയറൻസിൽ പ്രെഡേറ്ററായിട്ട് വരുന്ന കണ്ണപ്പ എന്നുള്ള സിനിമയുടെ ട്രെയിലർ വന്നിട്ടുണ്ട്. ടീസർ വന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായതാണ് ഇത് റീലോഡ് റോസ്റ്റും ഫിലിമി ഷേക്കിനൊക്കെ എടുത്ത് കൊടുക്കാനുള്ള പടം വരുന്നുണ്ട് എന്നുള്ളത്. ഇപ്പം അടിവരായിട്ട് ഞാൻ പറയാം, ട്രെയിലറും കൂടെ കണ്ടേ പിന്നെ ഇത് പ്രോ ലെവൽ മലങ്കൾട്ട് രീതിയിലേക്ക് ഞാൻ തിയേറ്ററിൽ ആസ്വദിക്കാൻ പോകുന്നത്. ഞാൻ അങ്ങനെയൊക്കെ ആസ്വദിക്കാൻ പോകുന്നത്, അല്ലാതെ എനിക്കിത് ആസ്വദിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നാനുള്ള ട്രെയിലർ കണ്ടിട്ട് അബദ്ധം വെച്ച ട്രെയിലർ കണ്ടും പോയി. പ്രഭാസ് ഉണ്ട്, അക്ഷയ് കുമാർ ഉണ്ട്, ലാലേട്ടൻ ഉണ്ടെന്ന് കണ്ടപ്പോഴാണ് ട്രെയിലർ എടുത്ത് കണ്ടു നോക്കിയത്. ആദ്യമായിട്ട് ഇത്രയും പേരുണ്ടായിട്ട് ഞാൻ ഒരു പേര് പറയുകയാണ്, അക്ഷയ് കുമാറിനെയാണ് ഈ സിനിമയിൽ എനിക്ക് ഇതിൻ്റെ ട്രെയിലർ കണ്ടിട്ട് ഇച്ചിരിയെങ്കിലും ഇഷ്ടപ്പെട്ടെന്ന് പറയേണ്ടി വരും. ശിവനായിട്ട് അക്ഷയ് കുമാർ കുഴപ്പമുണ്ടായില്ല, ബാക്കി എല്ലാവരുടെ അവസ്ഥ ഉണ്ടല്ല ക്യാ അവരാത് ഹേ എന്നാണ് എനിക്ക് ചോദിക്കാൻ തോന്നിപ്പോയത്. ട്രെയിലർ കണ്ടിട്ട് എനിക്ക് ഇത്രയും ചോദിക്കേണ്ടി വരുന്ന ഒരവസ്ഥ. അപ്പോൾ ഈ സിനിമ കാണുമ്പോഴുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. പക്ഷെ ഞാനത് കാണും, അതാണ് എൻ്റെ സൂക്കേട്. ഞാനിത് എന്തായാലും ഫസ്റ്റ് ഡേ തന്നെ പോയി കാണും, ഞാൻ മലങ്കൾട്ടായിട്ട് ആസ്വദിക്കും, എന്നിട്ട് അതിൻ്റെ അഭിപ്രായം ഞാൻ വന്ന് പറയും. എനിക്ക് പോകണം, എനിക്കിത് കാണണം. എനിക്ക് ട്രെയിലർ കണ്ടപ്പോഴേക്കും ഇത് പോയി എൻജോയ് ചെയ്യാനുള്ള വക ഉണ്ടാവുമെന്ന് മനസ്സിലായി. കാരണം ഞാൻ ഇങ്ങനത്തെ എല്ലാ സിനിമയ്ക്കും കൊണ്ട് തലവെച്ച് കൊടുക്കാറുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനും തലവെക്കാൻ റെഡിയാണ്. ഇത് ഫണ്ണായിരിക്കും, രസമായിരിക്കും. എനിക്ക് എന്തായാലും ഇങ്ങനൊരു സിനിമയിൽ തുടരത്തിന് ശേഷം ലാലേട്ടൻ വരണത് എന്ത് പറയാനാണ്. പിന്നെ ലാലേട്ടന് ഗുണമെങ്കിലും ഉണ്ടാകും, കുറച്ച് പൈസയെങ്കിലും കിട്ടുമെന്ന് പറയാം. നമ്മുടെ പൈസ പോവുമായിരിക്കാം, എൻ്റെ പൈസ പോവുമായിരിക്കാം, എന്നാലും കുഴപ്പമില്ല. ഞാൻ ഈ സിനിമ പോയി കാണുന്നതാണ്. ഇത് കണ്ടിട്ട് ഞാൻ അഭിപ്രായം ഇട്ടിരിക്കും. കൊലക്കൻ ട്രെയിലറാണ് വന്നിട്ടുണ്ട്, കൊലക്കൻ ചിരിച്ച് മണ്ണ് തപ്പി ഞാൻ ട്രെയിലർ കണ്ടിട്ട്. എന്തായാലും സിനിമ വരട്ടെ, എന്നിട്ടേ സിനിമയുടെ അഭിപ്രായം പറയുള്ളൂ. ട്രെയിലറിൻ്റെ അഭിപ്രായം, ശരത് കുമാർ ഉണ്ട്, കണ്ണപ്പയുണ്ട്, വിഷ്ണു, അവൻ്റെ പേര് കണ്ണപ്പല്ല, അതിനകത്ത് വേറെ എന്തൊരു പേരാണ്, എന്തോ കിടുക്കാച്ചി, എന്തോ ഡിങ്കൻ, അങ്ങനെ എന്തോ ഒരു പേരാണ് ഇതിനകത്ത് ട്രെയിലറിൽ പറഞ്ഞത്. അങ്ങനെ ഒരു പേരാണ് പറഞ്ഞത് നായകൻ. അപ്പോൾ കണ്ണപ്പ ആരാ? അതായിരിക്കും ചിലപ്പോൾ സിനിമയുടെ കഥ തന്നെ. ആരാണ് കണ്ണപ്പ? അതായിരിക്കും സംഭവം. ഏതോ ശിവഭക്തനെ പറ്റിയൊക്കെയാണ് സംഭവം. ബേസ്ഡ് ഓൺ ട്രൂ സ്റ്റോറിയാണെന്നൊന്നും പറയരുത് കേട്ടോ. എനിക്ക് വയ്യ. എന്തായാലും അക്ഷയ് കുമാറിനെ എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ടായിരുന്നു കാണാനൊക്കെ ആയിട്ട്. ഇതിനകത്ത് പ്രെഡേറ്റർ ഉണ്ട്, വൈക്കിങ്സിൽ നിന്നുള്ള ആളുണ്ട്, നമ്മുടെ ഗോഡ് ഓഫ് വാറിലുള്ള ക്യാരക്ടേഴ്സ് ഉണ്ട്, ലോർഡ് ഓഫ് ദ റിങ്സിൽ നിന്നുള്ള ക്യാരക്ടേഴ്സ് ഉണ്ട്. എവിടെ നിന്നൊക്കെ ഞോണ്ടാമോ അവിടെ നിന്നൊക്കെ ഞോണ്ടിയിട്ടുണ്ട്. നമ്മുടേതായിട്ട് സ്വന്തമായിട്ടൊരു ക്യാരക്ടർ ഉള്ളത് അത് നമ്മുടെ ശിവനാണ്. അങ്ങനെയാണ് എനിക്ക് തോന്നിയത് ഇതിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ. പിന്നെ പ്രീതി മുകുന്ദൻ, നമ്മുടെ പേസ ലൈറ്റ് ആസ കൂടെ അതിനകത്തുള്ള ഡാൻസ് കളിക്കുന്ന കൊച്ചുണ്ട്, പാവം. അതിനകത്ത് ആ പാട്ടിനകത്ത് ഇരട്ടി പിടിച്ച് ഡാൻസ് കളിപ്പിച്ച് ഇതിനകത്ത് കുറച്ച് വെട്ടം കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഇതിനെ കാണാൻ പറ്റുന്നുണ്ട് ഇതിനകത്ത്. അപ്പോൾ പ്രീതി മുകുന്ദൻ ഇതിനകത്ത് ആക്ട് ചെയ്യുന്നുണ്ട്. ആളിതിന് മുന്നേ സ്റ്റാർ എന്നുള്ള സിനിമ നല്ല പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതിനകത്താണെങ്കിൽ മറ്റേ എന്താ പറയുക, ബാഹുബലിയിലുള്ള നമ്മുടെ തമന്നയുടെ ടൈപ്പ് എന്തോ ക്യാരക്ടറാണെന്ന് തോന്നുന്നു. ഇതിന് പിന്നെ രണ്ടാം ഭാഗം ഇല്ലെന്ന് പ്രതീക്ഷിക്കുന്നു, അതുകൊണ്ട് സൈഡായി പോകാനുള്ള ചാൻസ് കുറവാണ്. ബാഹുബലിയിൽ എനിക്കറിയാമല്ലോ, പാർട്ട് 1 തമന്ന മാസും 2 തമന്ന ജോൺസീനായിരുന്നു. അപ്പോൾ എന്തായാലും അതുപോലെ ആവില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ കണ്ണപ്പന് സെക്കൻഡ് പാർട്ട് ഉണ്ടാകുന്നതൊക്കെ പടം കണ്ടതിൻ്റെ അറിയാൻ പറ്റുള്ളൂ. പക്ഷേ എൻ്റെ സ്പൈഡി സെൻസ് ഇസ് സെയിങ് അനദർ കങ്കുവ ഇസ് ലോഡിങ്. ലാലേട്ടൻ ഇങ്ങനെ സാധിക്കുന്നത്, നല്ലൊരു കിടിലം പടം അഭിനയിച്ചതിന് ശേഷം ഇങ്ങനത്തെ സാധനത്തിലെ കൊണ്ട് തലവെച്ച് കൊടുക്കണേ ലാലേട്ടൻ ഞാൻ സമ്മതിച്ചു കൊടുത്ത്. അതും ആ മേക്കപ്പ് മാനോട് ലാലേട്ടൻ ഒന്ന് പറഞ്ഞുകൂടെ, എന്ത് കോപ്പറായോടാ നീ മുഖത്ത് കാണിച്ചു വെച്ചേക്കണേ എന്നുള്ളത്. എന്തിനാ മുഖത്ത് എന്താണ് മറ്റേ പാമ്പും കോണി വരച്ച് വെച്ചിരിക്കുന്ന, എന്തോന്നാണ് ആ മേക്കപ്പ്? ഇതിനും നന്നായിട്ട് ഞാൻ മേക്കപ്പ് ചെയ്ത് വരുമല്ലോ ആ സാധനം. എടേ നമ്മുടെ പുലിക്കളി ഒക്കെ വരുന്ന ചേട്ടന്മാർ എന്തെല്ലാം മേക്കപ്പിലാണ് വരുന്നത്, ഇത് എന്തോന്നിടേ മുഖത്ത് കാണിച്ചു വെച്ചിരിക്കുന്ന. എനിക്ക് കണ്ടപ്പോൾ എന്താ തോന്നിയെന്ന് അറിയട്ടെ, ഞാൻ സത്യമായിട്ട് പറയാം. പ്രെഡേറ്ററിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ലാലേട്ടനോട് മറ്റേ മിററിൽ നോക്കാൻ പറഞ്ഞാൽ ലാലേട്ടൻ നോക്കിയിട്ട് പേടിച്ചിട്ട് ഓടിയപ്പോൾ ഏതോ ഗേറ്റിൽ പോയി മറ്റേ കരിയോയിലുള്ള ഗേറ്റിൽ പോയി ഇടിച്ചപ്പോൾ പാട് വന്നതായിട്ടാണ് എനിക്ക് തോന്നിയേട്ടാ. കാരണം മേക്കപ്പ് കണ്ട് പേടിച്ച ലാലേട്ടൻ തിരിഞ്ഞപ്പോൾ എവിടെയോ മറ്റേ ഈ ഗ്രീസ് ഇട്ട് ഏതോ കമ്പി ഗേറ്റ് എന്തോ ഉണ്ടായിരുന്നു, അതുമേ ഇടിച്ചപ്പോൾ ഇവിടെ എങ്ങനെയോ പാട് വന്നായിട്ടാണ് എനിക്ക് തോന്നിയത്. എന്തോന്നടേ കാണിച്ചു വെച്ചിരിക്കുന്നത്, എനിക്കിഷ്ടപ്പെട്ടില്ല കേട്ടോ. സത്യമായിട്ട് പറയാം, എനിക്കൊരു തരി പോലും എനിക്കിഷ്ടപ്പെട്ടില്ല. ആകെ ഇഷ്ടപ്പെട്ടത് അക്ഷയ് കുമാറിനെയാണ്. അത് അത്ഭുതമാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് തന്നെ. കാരണം അക്ഷയ് കുമാർ ഇതിനകത്ത്
ഓൾറെഡി എനിക്കൊന്ന് ഈ ദൈവ റോളുകൾ ചെയ്ത് ശീലമുള്ളതുകൊണ്ടാണ്, ഓ മൈ ഗോഡ് 1 ഉം 2 ഒക്കെ ചെയ്തുകൊണ്ടാണെന്നുകൊണ്ട് ഇതിനകത്ത് വളരെ നീറ്റായിട്ട് തോന്നി. പിന്നെ പാർവതിയായിട്ട് കൂടെ ഉള്ളത് നമ്മുടെ മഗധീരയിലുള്ള പുള്ളിക്കാരിയുടെ പേര് പെട്ടെന്ന് കിട്ടണമല്ല, കാജൽ അഗർവാളാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും കുഴപ്പമില്ലാതെ എനിക്ക് ഫീൽ ചെയ്ത്. പിന്നെ പ്രീതിയും ബാക്കിയുള്ളവരുടെയൊക്കെ പ്രഭാസ് എന്താണ്, പ്രഭാസ് വേറെ യൂണിവേഴ്സിൽ നിന്ന് വന്നതാണോ? എനിക്ക് പെട്ടെന്ന് തോന്നിയതെന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടെ, നമ്മുടെ പ്രഭാസിനെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് പടം മാറി മറ്റേ സെറ്റ് മാറി വന്ന ഒരു ആക്ടറെ പോലെ എനിക്ക് തോന്നിയത്. ഇതെങ്ങനെ സാധിക്കുന്നു? പ്രഭാസിനോട് എനിക്ക് ചോദിക്കാനുണ്ട്, ഇതെങ്ങനെ സാധിക്കുന്നു മച്ചാനെ? ബാഹുബലിയൊക്കെ അഭിനയിച്ചതിന് ശേഷം ഇതുപോലെ പടത്തിലേക്ക് എങ്ങനെ തല വെച്ച് കൊടുക്കാൻ തോന്നുന്നത്? എനിക്ക് സത്യസന്ധമായിട്ട് തോന്നി. ഞാൻ പറഞ്ഞുതരാം, കൽക്കിയിൽ മറ്റേ ഷൂട്ടിങ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ കൽക്കിയുടെ സെറ്റാണെന്ന് വിചാരിച്ച് കണ്ണപ്പയുടെ സെറ്റ് വന്ന് കയറിയ പോലെ എനിക്ക് ഫീൽ ചെയ്തത്. അതേ ടൈപ്പ് ഒരു ഹെയർ സ്റ്റൈലും, ആകെ ഡ്രസ്സ് മാറ്റമുണ്ട്. അത് വഞ്ഞ ഒരു കോസ്റ്റ്യൂം ഡിസൈനർ പിടിച്ചിട്ടുണ്ട്. അണ്ണ സെറ്റ് മാറിപ്പോയാലും കോസ്റ്റ്യൂമിങ് നേരെ ഇട് എന്നും പറഞ്ഞിട്ട് കോസ്റ്റ്യൂം നേരെ ഇട്ടിട്ട് കയറ്റി വിട്ടാന്നുകൊണ്ട് എന്തു ആടിയേ. കണ്ണപ്പ എന്ന പേരും കണ്ണാപ്പി സാധനവും പോലെ ഇരിക്കുന്നൊരു ട്രെയിലറും. എനിക്ക് കണ്ണാപ്പി ഉണ്ടെന്ന് തോന്നിയേട്ടാ. കണ്ണപ്പ എന്നുള്ളതല്ല എൻ്റെ അഭിപ്രായത്തിൽ ഈ സിനിമയുടെ പേരുണ്ട് കണ്ണാപ്പി. ഇത് 3D കൂടിയാണെങ്കിൽ ഒരു കണ്ണാപ്പി 3D കാണാൻ പറ്റും. എന്തോ ആഡ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് തോന്നിയാലും നിങ്ങൾ കമൻറ്റ് ചെയ്യാട്ടാ. പിന്നെ ഫാൻസോളികളോടൊന്നും എനിക്കൊന്നും പ്രത്യേകിച്ച് പറയാനില്ല. ഞാനും ഫാനാണ് എന്നും പറഞ്ഞ് ഇതുപോലെയുള്ള അപരാധമൊക്കെ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാൻ എന്നെക്കൊണ്ട് പറ്റില്ലടേ. ഇതുപോലെയുള്ള അപരാധത്തിൽ ആളുകളൊക്കെ എന്താ കാണിച്ചു വെച്ചിരിക്കുന്നത്? അത് ഡബ്ബിങ്ങിനെ കാര്യം പറയണ്ട, ഡബ്ബിങ് സൂപ്പറായിട്ടുണ്ട്. മറ്റേ എനിക്ക് ഓർമ്മ വന്ന് ഞാൻ പറഞ്ഞുതരാം, മറ്റേ പണ്ടത്തെ ഈ മറ്റേ കിരൺ ടി വിയിലല്ലേ മറ്റേ സാധനം വരില്ല, മറ്റേ ജുറാസിക് പാർക്ക് വരുമ്പോൾ ഭീകരം പല്ലി വന്നി എന്നൊക്കെ പറഞ്ഞ അമ്മായി ലെവൽ ഡബ്ബിങ് സൂപ്പറുണ്ട്, സൂപ്പർ. എന്തായാലും സിനിമ ആട്ടെ, സിനിമ ഞാൻ എന്തായാലും ഫസ്റ്റ് ഡേ തന്നെ പോയി കാണുന്നുണ്ട്. ഇത് തകർക്കും. ഇത് റീലോഡ് മീഡിയയ്ക്കും ഫിലിമി ഷെയ്ക്കിനും ഒക്കെ എടുത്ത് ഉടുക്കാനുള്ള ഒരു കോണ്ടൻ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ആവുന്നത്. ഇത് പൊളിക്കും ഫസ്റ്റ് ഡേ. ഇത് 3D തന്നെ കൊണ്ടുവരണം, സൂപ്പറായിരിക്കും, സൂപ്പർ. അപ്പം നിങ്ങളെന്തായാലും തിയേറ്ററിൽ കാണണം. ഞാൻ തിയേറ്ററിലാണ് കാണുന്നത്, ഞാൻ ഇതെന്തായാലും തിയേറ്ററിൽ കണ്ടിരിക്കും. എനിക്ക് ചിരിക്കാനുള്ള വക ഈ സിനിമ എന്തായാലും സമ്മാനിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഐ ആം എക്സൈറ്റഡ് ഫോർ കണ്ണപ്പ. വിഷ്ണു മാഞ്ചു ആരേണ്ടത്? ഞാൻ ആദ്യമായിട്ടാണ് ഇവരെ കാണുന്നത്. വേറൊരാളുണ്ടല്ലോ, ഇത് ആരുടെ? ഇത് ആരാന്ന് പോലും മനസ്സിലാവണമല്ല. ഏതോ ഒരു മുനി മഹർഷി വെള്ളയൊക്കെ ഇട്ടിട്ട്, അതാരാ? മോഹൻ ബാബു. എനിക്കറിയാൻ പാടില്ല ആരാന്നുള്ളത്. അപ്പോൾ ശരി, ടാറ്റ.